രഞ്ജിത്ത്, ദേശീയ തലത്തിൽ വീണ്ടും വ്യത്യാസം വരുന്നുണ്ടോ? ഇന്ത്യ മുന്നണി വീണ്ടും സീറ്റ് നില മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടോ? ഇന്ത്യ മുന്നണി 304ലേക്ക് എത്തി. നമ്മുടെ കണക്കനുസരിച്ച് 304ലേക്ക് എത്തി. അപ്പോഴും ഇന്ത്യ മുന്നണി അല്ല, NDA സഖ്യം 304ലേക്ക് എത്തി. ഇന്ത്യ സഖ്യം നില മെച്ചപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം ഒരു പക്ഷേ 248 സീറ്റുകളിലെ ലീഡുള്ളൂ. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ എടുത്ത് പറയണം. ഉത്തർപ്രദേശിലൊക്കെ ആ തരത്തിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടായിരിക്കുന്നു. NDA 41 സീറ്റിൽ ചുരുങ്ങുന്ന കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നു, സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ രാജീവ് ചന്ദ്രശേഖർ 1023 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നമുക്ക് തിരുവനന്തപുരത്തെ 3 സ്ഥാനാർത്ഥികളുടെയും വോട്ട് കണക്കൂടി ലഭ്യമാവുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ 47,000 പരം വോട്ടുകൾ പിടിക്കുമ്പോൾ തരൂർ 46,000 പരം, പന്യൻ രവീന്ദ്രൻ 35,000, ഏകദേശം 10,000 വോട്ടിന്റെ പിന്നിലാണ്. വലിയ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇടത് വോട്ടുകൾ വലുതായിട്ട് അതായത് കോൺഗ്രസിന്റെ ആശങ്ക അതായിരുന്നു, ഇത്തവണ ഇടതു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് അവരുടെ വോട്ടുകൾ പിടിച്ചോ, അങ്ങനെയെങ്കിൽ വിജയ സാധ്യതയെ ബാധിക്കുമോ? പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇടത് വോട്ടുകൾ UDFന് കിട്ടാവുന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ 1646 വോട്ടുകൾ. രാജീവ് ചന്ദ്രശേഖർ ലീഡ് നില 1500 കടന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും BJP ലീഡ് നേടുന്നു. തൃശ്ശൂരിൽ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്ത മട്ടാണെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് നില ഉയർത്തുന്നു. കാസർഗോഡിലേക്ക് പോകാം. 10,100 പരം വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ. 11,100 വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജീവ് ചന്ദ്രശേഖർ 2000 വോട്ടുകൾക്ക് മുന്നിൽ. 2000 കടന്നു. രാജീവ് ചന്ദ്രശേഖർ 2000 വോട്ടുകൾക്ക് മുന്നിൽ. അങ്ങനെ തിരുവനന്തപുരത്ത് BJP മുന്നോട്ട് വരികയാണ്. തിരുവനന്തപുരം, തൃശൂർ 2 മണ്ഡലങ്ങളിലും BJP മുന്നോട്ട് വരുന്നു. അതിൽ തൃശൂർ സുരേഷ് ഗോപി ഏറെ മുന്നിലാണ്. തിരുവനന്തപുരത്ത് ടൈറ്റ് ഫൈറ്റ് ആണ്. ഓരോ ബൂത്തുകൾ എണ്ണുമ്പോഴും ചെറിയ ലീഡുകൾ വരുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ 2000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. 22,000 കടന്നു സുരേഷ് ഗോപി. 22,000 കടന്നു സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ഒരു 4,000 വോട്ടുകളുടെ ലീഡ് കിട്ടിയതിനു ശേഷം അദ്ദേഹം പിന്നെ പുറകോട്ട് പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്തത്. ഈ ലീഡ് ഉയരാൻ തന്നെയാണ് അവിടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി തന്നെ ജനങ്ങൾ ചിന്തിച്ചു എന്നതിന്റെ പ്രകടമായ കാര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് KM മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്ന പത്തനംതിട്ടയാണ്. ആന്റോ 5829 പോരാ. പത്തനംതിട്ട 2ാം സ്ഥാനത്ത് ആരാണ്? പത്തനംതിട്ടയിൽ BJP ആണോ? തോമസ് ഐസക്കിന് 25,298 ആന്റോയ്ക്ക് 31,127. അനിൽ ആന്റണി 18,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ NDAയും അവിടെ വോട്ടുകൾ പിടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ലീഡ് 80,000 കടന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിലും മുന്നിൽ, വയനാട്ടിലും ഭൂരിപക്ഷം. രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ കേരളത്തിൽ ഭൂരിപക്ഷം കുറയുമെന്നതായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. പക്ഷേ നിലവിലെ സാഹചര്യം അതല്ല. 80,000 പരത്തിലേക്ക് മാറുന്നു എന്നതാണ് ചിത്രം. 1890 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് മുന്നിൽ നിൽക്കുന്നു. ആറ്റിങ്ങലിൽ LDFന്റെ സാധ്യത പിന്നെയും മങ്ങുന്ന സാഹചര്യം തന്നെ UDF. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വീണ്ടും ഉറപ്പിക്കുമോ? ആറ്റിങ്ങൽ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ആറ്റിങ്ങലിൽ UDFനാണ് ലീഡ്. ആലത്തൂർ മാത്രമാണ് LDFന് ലീഡ്. ബാക്കി എല്ലായിടത്തും UDFന്റെ ലീഡാണ്. കോട്ടയത്തൊക്കെ 10,000 കഴിഞ്ഞു. പാലക്കാടും ശ്രീകണ്ഠൻ കംഫർട്ടബിൾ ആയി. ചാലക്കുടിയിൽ ബെന്നിക്കും നല്ല മെജോറിറ്റിയാണ്. 6,200 മഞ്ജുഷ്. ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ ഇപ്പോഴത്തെ ലീഡ് നില എന്നുള്ളത് രാധാകൃഷ്ണൻ തന്നെ ജയിക്കാൻ ഓരോ റൗണ്ടുകളിലും നില മെച്ചപ്പെടുത്തുകയാണ്. ആലപ്പുഴ പോലെ LDFന്റെ പച്ചത്തുരുത്തായി ഇത്തവണ ആലത്തൂരാണ്. ആയും ചേർന്ന് ആലപ്പുഴ കഴിഞ്ഞാൽ ആലപ്പുഴയിൽ പരാജയപ്പെടുന്നു. പക്ഷേ ആലത്തൂർ തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ LDFന് പറഞ്ഞു നിൽക്കാൻ ഒരു സീറ്റെണ്ണം സംസ്ഥാനത്ത് ഇത്തവണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
അപ്പോഴും രണ്ട് BJP മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ LDF 1-ലേക്ക് ചുരുങ്ങുകയും BJP 2-ലേക്ക് കൂടുകയും ചെയ്യുന്ന അങ്ങനെ ഒരു അപൂർവ സാഹചര്യത്തിലേക്ക് കേരളം LDF-നേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP-ക്ക് വരികയാണെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ഉണ്ടാവും ഇല്ലേ? CPM-ന് വലിയ തിരിച്ചടി, CPI-ക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നു. കേരള കോൺഗ്രസിന്റെ വരവ് കോട്ടയത്ത് സഹായിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ വേണ്ടി വരുന്ന ഒരു സമയമാണ്. പക്ഷേ അതിലേക്കൊന്നും എത്താനായിട്ടില്ല. കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ ലീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. മാവേലിക്കരയിൽ പക്ഷേ 222 വോട്ടുകൾക്ക് മാത്രമാണ്. അത് കൊടിക്കുന്നിൽ അവിടെ വെല്ലുവിളി ഉണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ മാവേലിക്കരയും തിരുവനന്തപുരവുമാണ്, ഒപ്പം ആറ്റിങ്ങലുമാണ് ഇപ്പോൾ ടൈറ്റ് ഫൈറ്റിലേക്ക് എത്തുന്നത്. മാവേലിക്കര, തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങൾ ടൈറ്റ് ഫൈറ്റിലാണ്. ഇതിന്റെ എങ്ങോട്ട് വേണമെങ്കിലും മാറാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ആ 3 സീറ്റുകളുടെ ചാഞ്ചാട്ടമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടാവുന്നത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് പിടിച്ചിട്ടുണ്ടായെങ്കിലും നേരിയ ലീഡാണ്. മാവേലിക്കരയിൽ ലീഡ് ഉണ്ടെങ്കിലും നേരിയ ലീഡാണ്. തിരുവനന്തപുരത്ത് ലീഡ് നില മാറി പറയുന്നുണ്ട്. ഇപ്പോൾ 2000 കടന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ്. രാജീവ് ചന്ദ്രശേഖർ നേരിയ ലീഡാണെങ്കിലും ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനാൽ തന്നെ BJP-യുടെ ഒരു വിലയിരുത്തൽ 10,000 വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് അല്ലേ? 10,000 വോട്ടുകൾക്കെങ്കിലും ജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് ലീഡ് കൂടുന്നു. 6169 പത്തനംതിട്ടയിൽ ലീഡ് ഉയർന്നിരിക്കുന്നു. ആന്റോ ആന്റണി കിതച്ചാണെങ്കിലും ജയിക്കുമെന്ന ഒരു സൂചനയാണ് കിട്ടുന്നത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ലീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നത്. ചാലക്കുടിയിലും അങ്ങനെയാണ്. ഒരു UDF തരംഗം ഉണ്ടാകുമ്പോഴും അതിനൊപ്പം ചലിക്കാത്ത ഒരു ഇടമായി പത്തനംതിട്ട മാറിയിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മാത്രമല്ല അനിൽ ആന്റണി വോട്ട് പിടിക്കുന്നുണ്ട്. 4,00,000 കടന്നു, 26,000 കടന്നു അനിൽ ആന്റണിയുടെ വോട്ട്. അതായത് എല്ലാ UDF കോട്ടകളിലും 20,000-ഉം 30,000-ഉം 40,000-ഉം കടക്കുമ്പോൾ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി കഷ്ടിച്ച് കടന്നുകൂടും എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത് അവിടുത്തെ ആന്റോ ആന്റണി വിരുദ്ധ വികാരം, തോമസ് ഐസക്കിന്റെ സാന്നിധ്യം, ഒപ്പം അനിൽ ആന്റണിയുടെ BJP നടത്തുന്ന വലിയ പ്രകടനം, ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ പത്തനംതിട്ടയെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരുവനന്തപുരത്തേക്കും തൃശ്ശൂരിലേക്കും ആലത്തൂരിലേക്കും ആറ്റിങ്ങലിലേക്കും മാവേലിക്കരയിലേക്കുമായി മാറുകയാണ്. മാവേലിക്കരയിൽ അട്ടിമറി ഉണ്ടാകുമോ? ആറ്റിങ്ങൽ UDF-ൽ നിന്ന് LDF പിടിക്കുമോ? കേരളത്തിൽ LDF-ന്റെ ഒറ്റ സീറ്റായിട്ട് ആലത്തൂർ മാറുമോ? തൃശ്ശൂരും തിരുവനന്തപുരവും BJP പിടിക്കുമോ? അതിൽ തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഏകദേശം ആയിക്കഴിഞ്ഞു. സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കാൻ പോകുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് രാജീവിന് കടുത്ത മത്സരം. രാജീവും തരൂരും തമ്മിലുള്ള കടുത്ത മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇപ്പോഴും രാജീവ് മുന്നിട്ട് നിൽക്കുന്നു. BJP അങ്ങനെ 2 സീറ്റിൽ, 17 സീറ്റിൽ UDF, 1 സീറ്റിൽ LDF. 10 സെക്കൻഡിന്റെ പവർ ബ്രേക്ക്. 22,000 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുള്ളത്. 22,000 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. തിരുവനന്തപുരത്ത് 2,000 വോട്ട് കടന്നു രാജീവ് ചന്ദ്രശേഖർ ലീഡ്. മറ്റു സ്ഥലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മാവേലിക്കര ഒന്നാണ്, മറ്റൊന്ന് ആറ്റിങ്ങിലാണ്. ടൈറ്റ് ഫൈറ്റായി ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മാവേലിക്കര 222 വോട്ടുകളുടെ മാത്രം ലീഡാണ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത് എന്ന് മനസ്സിലാക്കണം. ആറ്റിങ്ങലിൽ അല്പം ലീഡ് അടൂർ പ്രകാശനുണ്ട് എന്ന് മനസ്സിലാക്കണം. 1890 ഈ ഘട്ടത്തിൽ. പക്ഷെ അവിടെയും ടൈറ്റ് ഫൈറ്റ് ആണ്. ആറ്റിങ്ങലിലേക്കും മാവേലിക്കരയിലേക്കും തിരുവനന്തപുരത്തേക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം ചുരുങ്ങുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അവിടെയാണ് നിർണായക ലീഡ് കൂടിയിരിക്കുന്നു. 7,642 എന്ന ലീഡിലേക്ക് ആലത്തൂർ കടക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, ഒരു പവർ ബ്രേക്ക്, ഒരു ചെറിയ പവർ ബ്രേക്ക്, 10 സെക്കൻഡ് മാത്രം പവർ ബ്രേക്ക്. ിന് വേണ്ടി നമ്മൾ പങ്കുവച്ചതാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ആണ് ഓരോ റൗണ്ടിലും മാറി മറിയുന്നത്. ആ നിമിഷം തന്നെ ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയറിന് സാധിക്കുന്നു എന്നതുകൊണ്ടാണ് മറ്റ് ടെലിവിഷൻ ചാനലുകൾ നൽകുന്ന ഡേറ്റകളിൽ സുരേഷ് ഗോപി ലീഡ് ഉയർത്തുന്നു. 23,000 കടന്നിരിക്കുന്നു. 23,618 എന്ന ലീഡിലേക്ക് സുരേഷ് ഗോപി 1,00,000-ലേക്ക് അടുക്കുന്ന ചിത്രം. തൃശൂർ വലിയ രാഷ്ട്രീയ നീക്കം നടക്കുന്നു. 23,618. സുരേഷ് ഗോപി ലീഡ് വീണ്ടും